ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ ഒരു 5-6 ആനയെ കണ്ട കഥ ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് KSRTCയിൽ മെയിൽ ഫീമെയിൽ എന്നൊക്കെ രേഖപ്പെടുത്തി തുടങ്ങിയല്ലോ. ഞങ്ങൾ വനിതകൾക്ക് ഫ്രീ ആക്കാൻ പോകുന്നൊക്കെ കേട്ടു. എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല, അവിടെ ഒരു 5-6 ആനകളെ എന്തായാലും എനിക്ക് കാണാൻ പറ്റി. ദൂരെ കണ്ടോ. അങ്ങനെ ഞാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു കൊമ്പനെ. എന്നാൽ പിന്നെ അതുങ്ങളെ ഒന്ന് കണ്ടു കളയാമെന്ന് വിചാരിച്ചാണ് ഞാൻ ചാടിത്തുള്ളി ഇങ്ങനെ നടന്നു പോകണത് കേട്ടോ. കുറച്ച് ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോഴും എല്ലാ വഴികളും ഒരേപോലെയൊക്കെ തോന്നി. ഈശ്വര, ഇവിടെയുള്ള ആന എന്തേ എന്നറിയാതെ നിന്നപ്പോഴാണ് 2 പിള്ളേർ ആ വഴി വന്നത്. അവരോട് ഞാൻ വഴി ചോദിച്ചതിന് ശേഷം അവർ പറഞ്ഞു തന്നു. അപ്പം തന്നെ ഞാൻ ബൈ പറഞ്ഞ് അവരെ വിട്ടു. കാരണം നമ്മളിനി പോകുന്നത് സേഫ് ആയിട്ടുള്ള യാത്രയല്ല, കുറച്ച് അൺസേഫ് ആയിട്ടുള്ള യാത്രയാണ്. അങ്ങനെയുള്ള അവസരങ്ങളിൽ കുട്ടികളെ ഒന്നും കൂടെ കൂട്ടാതിരിക്കുന്നതല്ലേ നല്ലത്. അങ്ങനെ തേയിലകൾക്കിടയിലൂടെ നടന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഈശ്വര, തേയിലക്കാട്ടിൽ നിന്ന് ഒരു ആന പൊങ്ങി വന്ന ഇപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന്. അങ്ങനെയൊന്നും വരില്ല എന്ന് എനിക്ക് ഒരു ഉൾവിളി ഉള്ളതുകൊണ്ട് ഞാൻ വീണ്ടും മുന്നോട്ട് നടന്നപ്പോൾ ഈശ്വര, ഇവിടെയല്ലേ ഞാൻ ആനയെ കണ്ടത്, എന്നിട്ട് ആന എന്തേ എന്ന് തോന്നി. ഞാൻ കുറച്ച് നേരം അന്തം വിട്ട് നിന്നപ്പോൾ വേറൊരു വഴി കണ്ടു. ആ വഴിയിലൂടെ ഞാൻ നടന്നു. എനിക്കറിയാം ആന എവിടെയാണ് നിൽക്കുന്നതെന്ന്. പക്ഷേ അവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആനേനെ കാണാൻ പറ്റി. നേരത്തെ കാണാൻ പറ്റാതെ മഹാഗണി മരങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടും അവരെൻ്റെ കാഴ്ച മറച്ചതും കൊണ്ടുമായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഞാൻ എൻ്റെ നഗ്നനേത്രം കൊണ്ട് എനിക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ സൂം ചെയ്തപ്പോൾ കണ്ടു ഒരു കൊട്ടവഞ്ചിയിൽ എന്നെക്കാളും റിസ്കി കാര്യം ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ആ ചേട്ടനെ ഞാൻ ഇവിടുന്ന് ഹായ് ഹോയ് എന്നൊക്കെ വിളിച്ച് നോക്കിയിട്ട് ആൾ നമ്മുടെ സൗണ്ടൊന്നും കേട്ടില്ല. ഇല്ലെങ്കിൽ ഞാനും കൊട്ടവഞ്ചി കയറിപ്പോയി അത്ര അടുത്തെങ്കിലും ആനയെ കണ്ടേനായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ആൾക്കാരൊക്കെ അവിടെ വന്ന് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ തുടങ്ങിയായിരുന്നേ. 5-6 ആന. നഗ്നനേത്രം കൊണ്ട് ആനകളെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഒരു കൊമ്പനുണ്ട്, 1 2 3 4 5 6, വേറെ 6 ആനയും കൂടെ ഉണ്ട് അവിടെ. പിന്നെ ഈ യാത്ര കുറച്ച് റിസ്കി കാര്യം തന്നെയാണ്, അതുകൊണ്ട് ആരും അനുകരിക്കരുത്. പിന്നെ ഞാൻ വന്ന വഴി മറക്കുന്ന ആളായതുകൊണ്ട് എങ്ങനെയെങ്കിലും വഴി കണ്ടുപിടിച്ച് വേഗം തിരിച്ചു പോട്ടെ കേട്ടോ. അപ്പോൾ ബൈ ഫ്രം വർഷവിയോ.